ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. പാസ്ത അല്ലെങ്കിൽ മക്രോണി പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ചെയ്ത് കഴിക്കാതെ ഇതുപോലെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ ഭയങ്കര കൗതുകവും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ ഇത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മക്രൂണിയേക്കാളും കുറച്ചുകൂടെ വെള്ളം അധികമായിട്ട് വെച്ച് കൊടുക്കണം, എങ്കിലേ അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ രീതിയിൽ കിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് 1 സ്പൂൺ അളവിൽ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് തമ്മിൽ ഇത് ഒട്ടിപ്പോവാതിരിക്കാനാണ്. ഇപ്പോൾ ഇതാ നല്ല പോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് വെള്ളത്തിൽ വെട്ടി തിളച്ച് വെന്ത് വരണം. ഈ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതുപോലെ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് ആദ്യം ഇളക്കി കൊടുക്കുകയും വേണം. ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ അത്യാവശ്യം നല്ലൊരു രീതിയിൽ വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ അരിപ്പിലെടുത്തിട്ട് നല്ലപോലെ വെള്ളം പോയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതേപോലെ തന്നെ മക്രോണി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ അതായത് പായസത്തിൻ്റെ റെസിപ്പി തയ്യാറാക്കി മുൻപ് തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ സിൽനാസ് കിച്ചൺ പാസ്ത പായസം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ ആ വീഡിയോസ് കാണാൻ കഴിയുന്നതാണ്. അതുകൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇത് ഒരുപാട് അങ്ങ് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഒരു പകുതി ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ, അതായത് മെഷർമെൻറ്റ് കപ്പിൻ്റെ 1/4 കപ്പ് അളവിൽ 1/4 കപ്പോളം അരിപ്പൊടിയും, വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോൺഫ്ലവർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അരിപ്പൊടി ഇട്ട് കൊടുത്ത അതേ അളവിൽ തന്നെ കോൺഫ്ലവർ പൊടിയും ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇതേപോലെ 1 സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കായത്തിൻ്റെ പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം. വീണ്ടും എണ്ണ നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ഇത് കുറച്ച് നേരം വേവാനായിട്ട് ഇട്ടിരിക്കണം. ഒരു പകുതി വേവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒന്നിച്ചിങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വറ്റൽമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയൊക്കെ നല്ല മണവും ആ ഒരു ടേസ്റ്റൊക്കെ എണ്ണയിൽ കിട്ടും. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ആ ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വൈകിട്ടൊക്കെ ചില സമയത്ത് നമുക്ക് കറുമുറാന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. അങ്ങനെയുള്ള ടൈമിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ്, എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഉള്ളതെന്ന് അറിയാനായിട്ട്. ഇത് നമുക്ക് അത്യാവശ്യത്തിനെടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ടിന്നിലോ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചിരുന്ന നമുക്ക് ഒരാഴ്ച വരെയൊക്കെ വെച്ചിരുന്നിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.